കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഒന്ന് വളർന്ന് വലുതായിരുന്നെങ്കിൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ജോലിയൊക്കെ കിട്ടി ഒന്ന് സെറ്റിൽഡ് ആവുക, കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആവുക. ആ ഒരു കാലമാണ് ഏറ്റവും മനോഹരമായ കാലം. കാരണം ആരുടെയും വഴക്ക് കേൾക്കണ്ട, അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെയോ ഒന്നും വഴക്ക് കേൾക്കണ്ട, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, പഠിക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെ ഒരു വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടല്ലേ. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലം എന്ന് പറയുന്നത് നമ്മൾ വളർന്ന് വലുതായി കഴിഞ്ഞുള്ള കാലമാണ് അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത്, അതായത് നമ്മൾ വലിയ ആളുകളായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അന്ന് ചിന്തിച്ചിരുന്നത് എത്ര വലിയൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ കയ്യിലിരുന്ന ആ കുട്ടിക്കാലം അതായിരുന്നു ഏറ്റവും മനോഹരമായ ഒരു കാലം. നമ്മൾ വെറുതെ സ്പോയിൽ ചെയ്ത ഒരു സമയം. എന്തോ ഒരു മനോഹരമായ ഒരു കാലഘട്ടം ഇനി വരാനുണ്ട്. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വല്ലാത്ത ദുർഘടമായ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വിചാരിച്ച് ആ ഒരു മണ്ടൻ ആശയത്തിലൂടെ കടന്നുപോയ ഒരു കാലം. ശരിക്കും പറഞ്ഞാൽ അന്ന് ഈ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ആസ്വദിച്ചേനെ അല്ലേ. കാരണം ഇന്ന് വളർന്ന് വലുതായ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് പേരൻഹുഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു കാര്യമാണെന്നുള്ളത്. അന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അച്ഛനും അമ്മയും വെറുതെ ഇരിക്കണ കാണുമ്പോഴത്തേക്കിന് പഠിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും പഠിക്കണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ. പക്ഷേ ഈ ഒരു സമയത്തെപ്പോഴാണ് മനസ്സിലായത് അത് എത്രത്തോളം ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ഇതാണ്. കുട്ടിക്കാലത്ത് നമ്മൾ ചിന്തിച്ചിരുന്ന ആ ഒരു സമയത്തെ ഉത്തരവാദിത്തം അല്ല. കാരണം അവർക്ക് ചിന്തിക്കാനായിട്ട് മറ്റ് പല കാര്യങ്ങളും ഉള്ളതിനോടൊപ്പം തന്നെ മക്കളുടെ കാര്യവും വളരെ കാര്യമായിട്ട്, അതുപോലെ ടെൻഷനോടുകൂടി വിഷമത്തോടുകൂടി അവരുടെ വിദ്യാഭ്യാസം, അവർ പരീക്ഷയ്ക്ക് പാസ്സാവുമോ, അവർ പഠിച്ച് തീരുമോ, ഓരോ കാര്യങ്ങളിലും അവരാണ് നമ്മളെക്കാളിലേറെ ടെൻഷൻ അടിച്ചിരുന്നത്, വിഷമിച്ചിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലാവുന്നത്. കാരണം ഇന്ന് മക്കളോട് പഠിച്ചാൽ മതി, പഠിക്ക് എന്ന് പറഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പഠിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് നമ്മൾ പഠിക്കാനുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലും ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നമ്മളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അത് പഠിക്കാൻ എന്നുള്ള കാര്യം. അതിൻ്റെ കുഞ്ഞ് പഠിക്കുമോ, അവന് പരീക്ഷയ്ക്ക് അത് എഴുതാൻ പറ്റുമോ, ഓർക്കുമോ, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചർ വഴക്ക് പറയുമോ, ഭയങ്കര കുസൃതിയാണ് അപ്പോൾ ടീച്ചേഴ്സ് വഴക്ക് പറയുമോ, ടീച്ചേഴ്സിന് കുഞ്ഞിനെ ഇഷ്ടമാവുമോ, നമ്മളെ പേരൻസിനെ കുറ്റപ്പെടുത്തുമോ, വളർത്തിയതിൻ്റെ ദോഷമാണെന്ന് പറയുമോ. അങ്ങനെ നൂറ് വിഷമങ്ങളായിരിക്കും പേരൻസിനല്ലേ. ഈ വിഷമങ്ങൾ മാത്രമാണോ? അല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം ഓർത്ത് നമ്മൾ വിഷമിക്കുന്നു. അതിനെല്ലാം ഓവർകം ചെയ്യാൻ നമ്മൾ ഓരോന്ന് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മക്കളെയും ഓർത്ത് നമ്മൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമ്മൾ അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ കല്യാണം വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, നമുക്ക് കുറച്ചും കൂടി ഒന്ന് സമ്പാദിക്കാം അല്ലെങ്കിൽ ജോലി മേടിക്കാം. ജോലി മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി പോട്ടെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടു ജോലി നോക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ഇപ്പോഴല്ലേ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ഓർത്ത് ജോലി കിട്ടിയ കാലം കഴിഞ്ഞ് കുറച്ച് നാൾ ചിലർ വെറുതെ കല്യാണം കഴിക്കാണ്ട് നടക്കും. കാരണം കുറച്ച് നാളിലെ നമുക്കങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ഇച്ചിരിയുടെ കഴിയട്ടെ എന്നൊക്കെ ഓർത്ത് നടക്കുന്നവരുണ്ടാവും. അങ്ങനെ നടന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ഏജ് ആയി കഴിയുമ്പോഴായിരിക്കും ചിലർ കല്യാണം കഴിക്കുക. അങ്ങനെ കല്യാണം കഴിച്ചവർക്കും ഒരു വലിയ ബാധ്യതയാണ്. സത്യം പറഞ്ഞാൽ ആ വേസ്റ്റാക്കി കളഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, അത് എത്ര വലുതായിരുന്നു എന്ന് പിന്നെ മനസ്സിലാക്കുന്നൊരു സമയമുണ്ട്. അതേതാണെന്നറിയോ? മക്കളുണ്ടായി കഴിയുന്ന ആ സമയത്ത്. കാരണം നമ്മളൊരു 10, 24, 25 വയസ്സിനുള്ളിൽ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആകുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കും അതൊരു ചെറുപ്പകാലമാണ്. ആ സമയത്ത് നമ്മുടെ കുഞ്ഞു മക്കളുടെ കൂടെ അവരുടെ ഇഷ്ടത്തിന് കളിക്കാനും അവരുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കാനും ചാടാനും മറിയാനും ഒക്കെ പറ്റുന്നൊരു ഏജാണ് നമുക്കത്. നമ്മൾ ആ സമയമൊക്കെ ജോലിയൊക്കെ കിട്ടിയ സമയത്താണെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് പിന്നീട് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിരുന്നു. പിന്നീട് കല്യാണം നടക്കാൻ ചിലപ്പോൾ താമസം വരും. അങ്ങനെ പിന്നീട് കല്യാണം നടന്നു കഴിഞ്ഞാൽ കുട്ടികളാവാൻ കുറച്ച് താമസം വരും. ചിലപ്പോൾ പെട്ടെന്ന് കുട്ടികളായെന്നിരിക്കും. എന്നാലും ഒരു 30+ ഒക്കെ ആയിക്കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഏജായി. ഈ ഒരു പ്രായം എന്ന് പറയുന്നത്
മക്കളൊക്കെ കുറച്ചൊന്ന് വലുതായി തനിയൊക്കെ പഠിക്കാനും തനിയെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രാപ്തരായിരുന്നുവെങ്കിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം 30+ ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്കും കുറച്ച് ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ വരും, അസുഖങ്ങൾ കൂടുന്ന പ്രായമാകും. പക്ഷെ അതൊന്നും നേരത്തെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല, നമുക്ക് അറിയില്ലായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിൽ നമ്മൾ പേരൻസ് ആകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. കുട്ടികളോടൊപ്പം നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല, ആ ഒരു മനസ്സിനൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ മറ്റ് ടെൻഷൻസിൻ്റെ എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതെല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പം നമ്മൾ വിചാരിക്കും, ഞാൻ ആ വേസ്റ്റ് ചെയ്ത സമയം എത്ര വിലപ്പെട്ടതായിരുന്നു എന്ന് അല്ലേ. പഠിച്ച് ജോലിയൊക്കെ ആയ സമയത്ത് തന്നെ ഞാൻ കല്യാണത്തെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, മക്കളെപ്പറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ, ഇന്ന് അവർക്ക് ഒരു നല്ലൊരു കുട്ടിക്കാലം സമ്മാനിച്ച് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായം ആയി, ആ സമയത്ത് നമുക്ക് റിലാക്സ് ചെയ്യാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയാണ് ഓരോരോ സമയം, ഓരോരോ കാലങ്ങൾ, ആ കാലത്ത് നടക്കേണ്ട കാര്യങ്ങൾ ആ കാലത്ത് അതുപോലെ തന്നെ നടക്കണം. നമ്മളായിട്ട് അത് തള്ളി ഉന്തി മുന്നോട്ട് വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നടക്കേണ്ട സമയത്ത് അത് നടക്കുമ്പോൾ മാത്രമാണ് ഓരോന്നിനും അതിൻ്റെ ബ്യൂട്ടി ഉണ്ടാവുക. അതുപോലെ കുട്ടിക്കാലത്തിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കൾക്കും നമ്മൾ പേരൻസ് വേണം കുട്ടിക്കാലത്തിൻ്റെ മഹത്വത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ. ഇനി വരുന്ന കാലം, കുട്ടിക്കാലത്ത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, പഠിച്ച് മിടുക്കരായി ജോലി മേടിച്ച് നല്ലൊരു ഭാവിയെപ്പറ്റിയുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക്, ആ ഒരു ഇതിലേക്ക് നമുക്ക് ഉയരാൻ പറ്റിയാൽ, അഡൽസ് എന്ന് പറയുന്ന ആ ഒരു സമയം, മുതിർന്ന ഒരു കാലഘട്ടം നല്ലതാണ്. ഇനി എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് വിഷമിക്കാൻ പോകുന്ന സമയമാണ് നമുക്ക് ഈ മുതിർന്നു കഴിഞ്ഞുള്ള ഒരു കാലഘട്ടം, നമുക്ക് പ്രായമാകുന്ന ഒരു കാലഘട്ടം. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, ജോലിയൊക്കെ നല്ലൊരു സെറ്റിൽ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മളുടെ ആരോഗ്യാവസ്ഥ, നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഒരു ആരോഗ്യസ്ഥിതി, അതൊക്കെ നമ്മളെ ചിലപ്പോൾ വേദനിപ്പിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഒരിക്കലും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, ഒരിക്കലും വലുതായി കഴിഞ്ഞുള്ള സമയമായിരിക്കില്ല. ഇന്ന് നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങളുടെയൊക്കെ അച്ഛനും അമ്മയും സഹോദരങ്ങളും നിങ്ങൾക്കൊപ്പമുള്ള ആ ഒരു പ്രായമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടം. അത് നിങ്ങൾ ആസ്വദിച്ച് തന്നെ ജീവിക്കുക. പഠിക്കാനുള്ളത് പഠിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല പഠിക്കേണ്ടത്. അതിൽ നല്ല കാര്യങ്ങൾ, അതിൽ ഓർത്ത് വെക്കേണ്ട, ഭാവിയിലേക്ക് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. എക്സാമിന് മറന്നു പോയാലും ജീവിതത്തിൽ മറന്നു പോവാതിരിക്കുക. അത്തരം കാര്യങ്ങൾ മക്കൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നീട് അവർ സ്വയം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. ഇന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് മക്കൾക്ക് ഇന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കുക. താങ്ക് യു.